മണിപ്പൂർ സർക്കാരിനെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം. കുക്കി വിഭാഗത്തിൽപ്പെട്ട വിചാരണ തടവുകാരന് ചികിത്സ നിഷേധിച്ച സംഭവത്തിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ജസ്റ്റിസുമാരായ JB പർട്ടിവാല, ഉജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിമർശനം ഉന്നയിച്ചത്. വിചാരണ തടവുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റാത്തത് കുക്കി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകളും അസുഖവും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ചികിത്സ നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്നും കോടതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മണിപ്പൂരിൽ മെയ്തൈ, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ അക്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അക്രമത്തിൽ കുറഞ്ഞത് 225 പേർ കൊല്ലപ്പെടുകയും 60,000 പേരെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിചാരണ തുടങ്ങാനിരിക്കുന്ന പ്രതിക്ക് പൈൽസും ക്ഷയവും ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കടുത്ത നടുവേദനയെക്കുറിച്ച് ജയിൽ അധികൃതരോട് തടവുകാരൻ പരാതിപ്പെട്ടിരുന്നു. നവംബർ 22-ന് ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച് തടവുകാരന്റെ നട്ടെല്ലിൽ പരിക്കുണ്ടെന്ന് പറയുകയും എക്സ്റേ ശുപാർശ ചെയ്യുകയും ചെയ്തതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു. എന്നാൽ മണിപ്പൂർ സെൻട്രൽ ജയിലിൽ മെഡിക്കൽ സൗകര്യം ലഭ്യമായിരുന്നില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം മണിപ്പൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിചാരണ തടവുകാരനെ ഉടൻ തന്നെ ഗുവാഹട്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും എല്ലാവിധ ചികിത്സയും നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ ചികിത്സയുടെ ചെലവ് പൂർണ്ണമായും മണിപ്പൂർ സർക്കാർ വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജൂലൈ 15-നകം മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. മണിപ്പൂരിലെ BJP സർക്കാരിനെ വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതി തുറന്നടിച്ച ദിവസം തന്നെ പാർലമെന്റിൽ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാൻ നിർബന്ധിതനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം MP-മാർ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പ്രതികരിക്കേണ്ടി വന്നത്. 200-ലേറെ പേർ കൊല്ലപ്പെട്ട് 1 വർഷം പിന്നിട്ടിട്ടും തുടരുന്ന കലാപത്തെക്കുറിച്ച് പാർലമെന്റിൽ ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് മോദി വായ് തുറന്നത്. കഴിഞ്ഞ ആഗസ്റ്റിൽ അവിശ്വാസ പ്രമേയത്തിനുള്ള മറുപടിയായിരുന്നു അത്, അതും പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടിയിലാണ് മോദി ഇക്കുറി സംസാരിച്ചത്. പ്രസംഗത്തിൽ ഇടപെടാൻ സഭാധ്യക്ഷൻ അനുവദിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ചു. ശൂന്യമായ പ്രതിപക്ഷ ബെഞ്ചുകളെ നോക്കിയാണ് മോദി സംസാരിച്ചത്. മണിപ്പൂർ കലാപം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു. മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ കുറഞ്ഞു, മിക്കയിടത്തും സ്കൂൾ തുറന്നു. കോൺഗ്രസ് 10 വട്ടം മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. BJP അത് ചെയ്തില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. 11,000 കേസുകൾ എടുത്തു. 500-ലേറെ പേർ അറസ്റ്റിലായി. സമാധാനത്തിനായി രാഷ്ട്രീയം വിട്ട് എല്ലാവരും സഹകരിക്കണമെന്നും മോദി പറഞ്ഞു. മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി മൗനത്തിലായിരുന്നു. ഔട്ടർ മണിപ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ലോക്സഭയിൽ മോദിയുടെ മറുപടി പ്രസംഗത്തിലുടനീളം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു.